ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നിരോധം എന്നുള്ള ലക്ഷണത്തോട് കൂടിയിട്ടുള്ള ദശമസ്കന്ധമാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പം ബാലലീലകള് ആണ് അനുസ്മരിക്കുന്നത്. ബ്രഹ്മാവ് ഭഗവാനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ ഈശ്വര തത്വത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള അസുരന്മാരെ കംസൻ പറഞ്ഞു വിട്ട് ഓരോരുത്തരുടെയും ഭഗവാൻ തന്നെ ഏത് രീതിയിലാണോ ആശ്രയിക്കുന്നത് എന്ന് ഭഗവാൻ നോക്കാതെ തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ അടുത്തേക്കാണോ വന്നിട്ടുള്ളത് അവർക്കൊക്കെ മോക്ഷത്തെ കൊടുക്കുന്നതായിട്ടുള്ള ആ കൈവല്യ നിധിയായിട്ടുള്ള മഹാപ്രഭു എല്ലാവർക്കും വത്സാസുരനായിട്ടും ബകാസുരനായിട്ടും അഖാസുരനായിട്ടും ഒക്കെ മോക്ഷത്തെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് വൃന്ദാവനത്തിലെ ലീലകളിൽ ഏറ്റവും ജഗന്മോഹനമായിട്ടുള്ള വനഭോജനം കണ്ട് ആസ്വദിച്ചതായിട്ടുള്ള ദേവന്മാര് ഭഗവാന്റെ ഓരോരോ ചലനങ്ങൾ പോലും അവരുടെ മനസ്സിനെ ആനന്ദിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ സത്യലോകത്ത് ഇരിക്കുന്നതായിട്ടുള്ള ബ്രഹ്മാവ് നേരെ വൃന്ദാവനത്തിൽ വന്ന് ഭഗവാനെ ഒന്ന് പരീക്ഷിക്കാൻ നോക്കി. ആ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തില് ഭഗവാന്റെ അടുത്ത് താൻ പരാജയപ്പെട്ട ഒരവസ്ഥ. ആ ബ്രഹ്മാവ് ഭഗവാന്റെ പാദങ്ങള് തൻ്റെ 4 മുഖങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന 8 നേത്രങ്ങളിൽ നിന്നുള്ള ധാരധാരയായിട്ട് ഒഴുകുന്നതായിട്ടുള്ള അശ്രുക്കളെ കൊണ്ട് ഭഗവാന്റെ പാദങ്ങൾ കഴുകി നമസ്കരിച്ചുകൊണ്ട് സ്തുതിക്കുന്ന ആ സ്തുതിയിലൂടെയാണ് നമ്മളുടെ യാത്ര. കഴിഞ്ഞ ദിവസം നമ്മൾ അനുസ്മരിച്ചതായിട്ടുള്ള അന്തർഭവേനന്ദഭവന്തമേവ 28ാമത്തെ ശ്ലോകം. ചതത്യജന്തോ മൃഗയന്തി സന്ത അസന്തമപ്യന്ത്യഹിമന്തരേണ സന്തം ഗുണം തം കിമുയന്തി സന്ത. ഈ ശരീരം ആകുന്ന വസ്തുക്കളിലുള്ള നമ്മളുടെ ഭേദബുദ്ധി മാറ്റി ഇതിന്റെ ഉള്ളിലുള്ള ആ ആത്മഭാവത്തെ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്നതായിട്ടുള്ള ജ്ഞാനികള് ആത്മസ്വരൂപിയായിട്ടുള്ള ഗുരുവായൂരപ്പ അവിടുത്തെ ഹൃദയാന്തർഭാഗത്ത്, തൻ്റെ ഉള്ളിലുള്ള ഹൃദയാന്തർഭാഗത്ത് അവിടുത്തെ കാണാൻ സാധിക്കുന്നു. വേദാന്ത ഭാഷയില് എപ്പോഴും പറയുന്നതായിട്ടുള്ളൊരു ഉദാഹരണം സർപ്പുരജ്ജുന്യായം അല്ലെ. ആ സർപ്പം എന്ന മിഥ്യാസങ്കല്പത്തെ പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ സത്യത്തിൽ ആ കയറ് ആണ് തന്നെ ഇത്രയും തൻ്റെ മനസ്സിനെ ഇത്രയും ഭീതിപ്പെടുത്തിയത് എന്നുള്ളൊരു സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ. എപ്പോഴേ ഇത് ഈ ജ്ഞാനം ഉണ്ടാവുക? എപ്പോഴാണോ നമ്മളുടെ ഉള്ളിലുള്ള ഈ അജ്ഞാനം, അതിനെ നമുക്ക് വ്യക്തമായിട്ട് അതിനെ മുറിച്ചു മാറ്റണം. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിവേകം അവിടെ ഉദിക്കുകയുള്ളൂ അല്ലെ. കാണുന്നത് പാമ്പ് അല്ലേ അല്ല എന്ന് ഉറപ്പായെങ്കിൽ മാത്രമേ അതിനെ ഒരു കയറ് കഷ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ കയറൊക്കെ കാണുന്നുണ്ടായിരിക്കും, പക്ഷെ മനസ്സ് എന്ത് ചെയ്യുന്നു? മനസ്സ് അപ്പോഴും അല്ലെ ആ പാമ്പിലേക്ക് ആരോപിച്ചുകൊണ്ട് ഇരിക്കും. അപ്പം ഈ ഒരു ദൃഢമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കല്, ആ തീരുമാനം എടുക്കുമ്പോഴാണ് യഥാർത്ഥത്തില് ആ വിവേകികളായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ളവരുടെ ദർശനം അവിടെയാണ് ഉറപ്പിക്കുക അവിടെ. അങ്ങനെയാണെങ്കിൽ
ഇനി നമുക്ക് പാമ്പാണെങ്കിൽ കൂടെയും ആ പാമ്പിനെ കയറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളുടെ മനോഭാവത്തിന് സാധിക്കുമെന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് എത്ര കണ്ട് ഭീതികരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ജീവനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിലെ അല്ലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് എന്തൊക്കെ ഇവിടെ സംഭവിക്കാം ശരിക്ക്? അങ്ങനെ ഓരോന്നും നമ്മള് അതിനെയൊക്കെ നല്ല ഭാവത്തോടു കൂടി കാണാൻ സാധിച്ചാൽ നമുക്ക് ഈ ദോഷമായിട്ടുള്ള വശവും കൂടി അത് നല്ല ഭാവത്തിലേക്ക് അതിനെ കൊണ്ടുവരുത്താൻ സാധിക്കും. അത് മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അത് തന്നെയാണത്. ഈ അനാത്മാവായിട്ടുള്ള ശരീരാധികതയിലുള്ള ആത്മതത്വ അതിന്റെ ഉള്ളിലുള്ള അല്ലെ ഈ എന്താ ആത്മാവല്ലാത്ത ശരീരത്തിന്റെ ഉള്ളിലുള്ള ആ ആത്മതത്വ ബോധത്തെ പാടെ നിരാകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ആ ഹൃദയകർണികാമധ്യത്തിൽ കുടികൊള്ളുന്നതായിട്ടുള്ള ആത്മസ്വരൂപിയായിട്ടുള്ള അങ്ങേതാ എനിക്കിപ്പോ മൂർത്തി സങ്കല്പത്തോടുകൂടി കാണാൻ സാധിക്കുന്നു എന്ന് പറയാം. ഇവിടെ ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തു അവിടെ അല്ലേ. ബ്രഹ്മാവ് സൃഷ്ടിച്ചതും ഭഗവാൻ അല്ല, ബ്രഹ്മാവ് ഒളിപ്പിച്ചതും ഭഗവാൻ സൃഷ്ടിച്ചതും നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ സാധിക്കും? ഇതിന് കാരണമായിട്ടുള്ള തന്റെ ഉള്ളിലുള്ള ബോധസ്വരൂപനായിട്ട് തന്നെ കൊണ്ട് ചെയ്യിച്ചതായിട്ടുള്ള പ്രവൃത്തി അതേ രീതിയിൽ ഇതാ ഇവിടെ ചോറുള്ള കയ്യിൽ പിടിച്ചുകൊണ്ട് ആ കൊമ്പും ചുരുളും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതാ തനിക്ക് ഇത് കാണിച്ചു തരുന്നുണ്ട് എങ്കിൽ ഇനി ആ ഒരു രൂപത്തിന്റെ മഹാത്മ്യം തന്നെ അതല്ലേ. വേണും ജഠരപടയോ ശൃംഗവേത്രേ ചകക്ഷേ. അമ്മയോട് പറയുന്നുണ്ട് മണ്ണ് തിന്നു എന്ന് പറയുന്നുണ്ടല്ലേ. അവിടെ ഭഗവാൻ തെറ്റാണല്ലോ പറയണോ? നാഹം ഭക്ഷിതവാൻ അമ്പ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഞാൻ മണ്ണ് തിന്നിട്ടില്ല അമ്മേ. ഇവരൊക്കെ നുണയാണ് പറയുന്നത്, മിഥ്യയാണ് ഇവര് പറയുന്നതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഭഗവാൻ അല്ലേ യഥാർത്ഥത്തില് ഈ മണ്ണ് മുഴുവൻ തിന്നാൻ പറ്റാത്ത ഒരാളാണോ ഭഗവാൻ? അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിച്ചാല് ഈ ഭൂമിയെ മുഴുവൻ എനിക്ക് സ്വന്തം അകത്തേക്കാക്കാൻ സാധിക്കും. എന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരൊറ്റ വാക്കിൽ നിന്ന് അല്ലേ ഏതാണ് യുഗാവസാനത്തിൽ ഉണ്ടാകുന്ന പ്രളയത്തിന് തുല്യമാണത്. അവിടെ ഭഗവാൻ എന്താണ് പറയുന്നത്? പ്രളയ സമയത്ത് ആരാണ് ഇതിനെ എല്ലാം അകത്താക്കുന്നത് അല്ലേ? ആ യോഗാനന്ദത്തില് നിദ്ര കൊള്ളുന്ന സമയത്ത് ഇതിനെല്ലാം തന്റെ കുക്ഷിയിലേക്ക് ഒതുക്കുന്നുണ്ട് എങ്കിൽ ആ ഒതുക്കുന്നതായിട്ടുള്ള ആള് അങ്ങ് തന്നെയല്ലേ? അതെനിക്ക് ഉറപ്പിച്ചു ബ്രഹ്മാവ്. അങ്ങനെയാണ് ബ്രഹ്മാവ് ആ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നത്. ഇനി പറയാണ് ഇത്രയും പറഞ്ഞതിന് ശേഷം ഇതിന് എങ്ങനെ ഈ ഭഗവാന്റെ ഒരു രൂപത്തെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തിഭാവം കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. ഭക്തിഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് യാതൊരുവിധ കാപട്യവും ഇല്ലാത്ത ആ മനോഭാവത്തോടു കൂടിയിട്ടുള്ള പ്രവൃത്തിയാണ് ഭക്തി. അതിലൂടെയാണ് ഇനി പറയുന്നത് അഥാപി തേ ദേവപദ അംബുജദ്വയ പ്രസാദലേശാനുഗൃഹീത ഏവ ഹി ജാനാതി തത്വം ഭഗവൻ മഹിംനോ നചാന്യേകോപി ചിരം വിചിന്വൻ. അല്ലയോ, ഇനി അപ്രകാരമാണ് എങ്കിലും അവിടുത്തെ ആ പാദ അംബുജദ്വയ പ്രസാദലേശ അനുഗൃഹീത അല്ലെ, അവിടുത്തെ ആ പത്മദ്വയമാകുന്നതായിട്ടുള്ള പാദപത്മത്തിന്റെ പ്രസാദത്താൽ ലേശം അനുഗ്രഹീത അല്പമെങ്കിലും ഒന്ന് അനുഗ്രഹിക്കപ്പെട്ടവൻ മാത്രമേ, അങ്ങനെയുള്ളവർ ഏവഹി അങ്ങനെയുള്ളവർ മാത്രമേ ജാനാതി തത്വം ഭഗവൻ മഹിംനോ അല്ലെ തന്റെ ഭഗവൻ മഹിമയുടെ തത്വം
വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ ശ്രീപാദ പത്മത്തിലുള്ള ആ പ്രസാദം അല്പമെങ്കിലും ഒന്ന് അനുഭവിക്കണം. നന്യ ഏകോപി ചിരം വിചിന്വൻ, അന്യ ഏക വിചിന്വനപി. എന്നാ മറ്റുള്ളവരോ, അങ്ങനെ അല്ലാത്തവരെങ്ങനെയാണ്? എത്രയേറെ അന്വേഷിച്ച് നടന്നാൽ പോലും അവിടുന്ന് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് പറയാണ്. അപ്പം യഥാർത്ഥത്തിൽ അവിടെ പറയുന്നത് ഭഗവത് പാദങ്ങളിലുള്ള അല്ലെ പ്രസാദത്തെ ലേശമെങ്കിലും അനുഭവിക്കാൻ സാധിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെയാ അനുഭവിക്കുന്നത്? നമ്മളുടെ ഉള്ളിലുള്ള ആ ഈശ്വര തത്വമായിട്ടുള്ള ശുദ്ധഭാവത്തോടുകൂടി ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ആ യാഥാർത്ഥ്യത്തിന്റെ ഒരു ആനന്ദം, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഒരു സുഖം അല്ലേ, നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. നമ്മൾ പറയാറില്ലേ, എന്തോ എനിക്ക് ഒരു ഭയവും ഇല്ല. എന്ത് ഭയമില്ലാത്തത്? ഞാൻ കാപട്യം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് പേടിക്കാനേ ഇല്ല എന്തോ അത് അങ്ങനെ വിചാരിക്കുക. ആ ഒരു അനുഭവം അത് ബാക്കിയുള്ളവരോട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പം കാപട്യം വിട്ടുകൊണ്ട് സത്യത്തിന് ത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും നമുക്കൊരിക്കലും പേടിക്കേണ്ടി വരുന്നില്ല. ആ പേടിക്കാത്ത ആ ഒരു അവസ്ഥയില്, അങ്ങനെയുള്ള സമയത്ത്, അപ്പം ഇതാണ് അവിടെ പറഞ്ഞത്, ഭഗവാന്റെ പാദങ്ങളിൽ നിന്നും, പാദദ്വയങ്ങളിൽ, താമരയാകുന്ന പാദങ്ങളില് നിന്ന് കിട്ടുന്നതായിട്ടുള്ള പ്രസാദത്തെ അനുഭവിക്കാൻ സാധിക്കുക, അനുഗ്രഹിക്കുക, അനുഗ്രഹം കിട്ടുക. അങ്ങനെ കിട്ടിയിട്ടില്ല എങ്കിൽ ഇനി എത്ര അന്വേഷിച്ച് നടന്നാലും അവിടുന്ന് ആ ഒന്നും തന്നെ സമാധാനമോ ശാന്തിയോ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. തതസ്തുമേ നാഥ സഭൂരിഭാഗോ ഭവേത്ര വാന്യത്ര തു വാ തിരശ്ചാം ഏനാഹമേകോപി ഭവജ്ജനാനാം ഭൂത്വാ നിഷേവേ തവ പാദപങ്കജം. അപ്പൊ ഈ ജ്ഞാനമാർഗത്തിന്റെ സുഗമത്വം ഇപ്രകാരമൊക്കെയാണ് എങ്കിൽ പോലും അതെല്ലാവർക്കും എളുപ്പമാണോ? അത് എളുപ്പമാവുന്നില്ല അല്ലേ? അപ്പം അങ്ങയുടെ ആ ശ്രീപാദ പത്മങ്ങളിൽ ഭഗവത് പ്രസാദത്തിന്റെ അല്പമെങ്കിലും അത് സ്വീകരിച്ചവർക്ക്, അത് സമ്പാദിച്ചവർക്ക് മാത്രമേ അത് സാധിക്കുന്നുള്ളൂ. അല്ലാത്തവര് എത്ര പരിശ്രമിച്ചാലും ആ ഭഗവത് സാക്ഷാത്കാരത്തിന് അർഹരാകുന്നില്ല. നമുക്ക് തതസ്തുമേനാഥ സ ഭൂരിഭാഗോ ഭവേത്ര അന്യത്ര വാ തിരശ്ച, ഈ ബ്രഹ്മജന്മത്തിലോ എങ്ങാനും അതില്ലെങ്കിൽ പിന്നെ എങ്ങാനോ ലഭിക്കുന്നതായിട്ടുള്ള തിര്യക്ക് വംശങ്ങള് അല്ലെ, പക്ഷി മൃഗാദികളായിട്ടുള്ള ജന്മത്തിലോ എങ്ങാനും ഭക്തജനങ്ങളിൽ ഒരാളായിട്ട് തീർന്നു കഴിഞ്ഞാല്, അതാണ് പറയുന്നത് ഏനാഹമേകോപി ഭവജ്ജനാനാം അല്ലെ, സജ്ജനങ്ങളുടെ ഇടയില് ഒരാളായിട്ട് തീർന്നു കഴിഞ്ഞാല് ഭൂത്വാ നിഷേവേ തവ പാദപത്മം, ഭക്തജനങ്ങളിൽ ഒരാളായിട്ട് തീർന്നു കഴിഞ്ഞാൽ ആ ഭഗവത് പ്രസാദത്തിന് അർഹത നമുക്ക് നൽകുമാറാകണമേ. അപ്പം ഈ ഒരു ഭാവം നമ്മളുടെ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ മഹത്തുക്കളുമായിട്ടുള്ള ഒരു സംഘം, ആ മഹത്തുക്കളുടെ ഇടയിലേക്ക് നമ്മൾ ചെന്ന് ഒരിക്കലെങ്കിലും ഹേ ഗുരുവായൂരപ്പ ഈ ഒരു ഭാവത്തിലേക്ക് എത്തിയാൽ മാത്രമേ അങ്ങേ വന്ന് അറിയാൻ സാധിക്കുള്ളൂ. അങ്ങേ അറിയാനല്ല, അങ്ങേക്ക് നമ്മളെ ശ്രദ്ധിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് എത്തുന്നുള്ളൂ. അല്ലാതെ എത്രയൊക്കെ അന്വേഷിച്ച് നടന്നാലും ഈ ഒരു ഭാവത്തിലേക്ക് എത്തുകയില്ല. അഹോതിധന്യ പ്രജഗോരമണ്യ സന്യാമൃതം പീതം അതീവതേമുദ യാസാം വിഭോ വത്സതരാത്മജാത്മന പിതൃപ്തയേദ്യാപിനചാലമധ്വരാഹ. അങ്ങനെ ബ്രഹ്മാവ് കൈക്കുട്ടികളെയും ഗോപന്മാരെയും ഒക്കെ ഒളിപ്പിച്ച അവസരത്തിൽ ഭഗവാന്റെ ഈ രൂപാന്തരങ്ങളായിട്ടുള്ള രീതിയിൽ ആവിർഭവിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടിച്ചതായിട്ടുള്ള പശുക്കളുടെയും അതുപോലെ ഗോപബാലന്മാര്, എങ്ങനെയുള്ള ഗോപാലന്മാര്, ആ അമ്മമാർക്ക് എങ്ങനെയാണോ അവര് അതേപോലെ യാതൊരുവിധ വ്യത്യാസവുമില്ലാത്തതായിട്ടുള്ള ആ മാതൃത്വേന അല്ലെ കൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള ഗോപികമാരുടെയും
ഒക്കെ അമൃതമൂല്യമായിട്ടുള്ള, അവരിൽ നിന്നും തൻ്റെ കുട്ടികൾക്ക് കൊടുക്കാറായിട്ടുള്ള ആ സ്തന്യപാനം, അതൊക്കെ ഭഗവാൻ ദാ എല്ലാവർക്കും ആ ഒരു ആനന്ദം, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങ് എല്ലാവർക്കും അത് കൊടുത്തു. അവരൊക്കെ, ആ ഗോപികമാരൊക്കെ എത്ര 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 ധന്യകളാണ് യഥാർത്ഥത്തില്. ധന്യാമൃതം പീതമതീവതേ മുദാ യാസാം വിഭോ വത്സതരാത്മജാത്മനായ തൃത്തയേദ്യാപിതജാലമധ്വരാ. അതുപോലെ തന്നെ പശുക്കുട്ടികള് അല്ലേ, ആ പശു കുട്ടികള് തൻ്റെ മകന് എന്നുള്ള രീതിയില് അല്ലെ, ആ മോരിക്കിടാവിനെയും കിടാവിനെയും ഒക്കെ തോർത്തി, ആ നാവ് കൊണ്ട് തോർത്തി 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 നുണച്ചുകൊണ്ട് അവിടുന്ന് ആസ്വദിക്കുമ്പോൾ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള മഹാപ്രഭുവിനെ തന്നോട് ചേർത്ത് നിർത്തുവാനും, ഇപ്പം സാധാരണഗതിയിലെ മഹായജ്ഞങ്ങൾ പോലും ഭഗവാനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി പരാജയപ്പെടുന്നു ഇവിടെ. അങ്ങനെയാണെങ്കിൽ ആ ഭഗവാനാണ് അവരുടേതാ ധന്യപാനത്തിന്, ആ ഗോപികമാരുടെ ആയാലും പശുക്കളുടെ ആയാലും ഒക്കെ അവർക്ക് സന്തുഷ്ടമായിട്ട് അത് ചെയ്യാൻ സാധിക്കുന്നത്. സച്ചിദാനന്ദ സ്വരൂപിയും ഒരിക്കലും നാശമില്ലാത്തതും പൂർണ്ണമായിട്ടുള്ള ആ പരബ്രഹ്മം ദാ സുഹൃത്തായിക്കൊണ്ട് ഗോപന്മാരുടെ കൂടെ അനന്തവ്രജത്തില് നിവാസികളിലൂടെ അങ്ങനെ ഓടി നടക്കുന്നതായിട്ടുള്ള അവരുടെ ഒരു ഭാഗ്യാതിരേകം എത്ര തന്നെ പുകഴ്ത്തിയാലും അവിടെ മതിയാവില്ല എന്ന് പറയാണ്. തൃപ്തയേദ്യാപിതജാലമധ്വരേ. അങ്ങനെയുള്ള ഈ വൃന്ദാവനത്തില് അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ആ പശുക്കുട്ടികളുടെയും ആ ഗോപികമാർക്കും കിട്ടിയതായിട്ടുള്ള ഒരു ആനന്ദത്തിനേക്കാൾ എത്രയോ പതിന്മടങ്ങാണ് മിത്രമായിട്ട് കിട്ടിയതായിട്ടുള്ള ഗോപന്മാരുടെ ഭാഗ്യം. ഇതിൽ പരം ഒരു ഭാഗ്യം ഇനി വേറെ ഇല്ല. അതുകൊണ്ട് അഹോ ഭാഗ്യം അഹോഭാഗ്യം, അതാണ് ഈ ചില കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ 2 തവണ പറയുമെന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെയും അത്. അഹോഭാഗ്യം അഹോഭാഗ്യം ഒന്ന് പറഞ്ഞാൽ പോരാൻ തോന്നുക. നന്ദഗോപവ്രജൗകസാം, നന്ദകുമാരന്റെ പുത്രനായിട്ടുള്ള കൃഷ്ണന്റെ വ്രജത്തില് യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ആരാളാണ് ആ നന്ദഗോപന്റെ പുത്രനായിട്ടുള്ള ഭഗവാൻ പരബ്രഹ്മസ്വരൂപി മിത്രമായിട്ട് വരുന്നത്, അങ്ങനെയുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ഭുതകരമായിട്ടുള്ള ഭാഗ്യം തന്നെയാണ്. അഹോഭാഗ്യം അഹോഭാഗ്യം, ഒരു മഹാഭാഗ്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നതോടെ ഏഷാം ദുഭാഗ്യമഹിമാച്യുത താവദാസ്താമേകാദശൈവ ഹി വയം ബതഭൂരിഭാഗാഃ ഏതദൃശീകചഷകൈരസകൃത്പിബാമ ശർവാദയോ ഹൃദജ അധ്വമൃതാസ്തവം തേ. അവിടെ പറയുന്നു, ഹേ അച്യുത, യാതൊരുവിധ നാശവുമില്ലാത്ത ഗുരുവായൂരപ്പ, ഇങ്ങനെയുള്ള ഈ ഗോപന്മാരുടെയും ഗോപികളുടെയും ആ പശുക്കുട്ടികളുടെയും ഒക്കെ ഭാഗ്യമഹിമയാകട്ടെ, അതങ്ങനെ ഇരിക്കട്ടെ. പിന്നീടോ അങ്ങയുടെ കൂടെ വസിക്കുന്നതായിട്ടുള്ള ശർവാദയ അല്ലെ, മഹാദേവൻ മുതലായതായിട്ടുള്ള, പിന്നെയോ ബ്രഹ്മാവ്, ഈ ഞാനും വയം അല്ലെ, അങ്ങനെയുള്ള ഞങ്ങളെത്ര മഹാഭാഗ്യശാലികളാണ്. ഇങ്ങനെയുള്ള ഞങ്ങളൊരു ഏകാദശൈവ ഹി വയം ബതഭൂരിഭാഗ, ഇങ്ങനെയൊരു 11 പേര് ഞങ്ങളുണ്ട്. ഈ 11 പേരടക്കം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് മഹാഭാഗ്യശാലികളാണ് ഞങ്ങള്. അപ്പം അവരുടെ ഭാഗ്യം അനിർവചനീയമാണ് എന്ന് ഇരിക്കട്ടെ എങ്കിൽ, അവരുടെ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളായിട്ടുള്ള മഹാദേവനും ഞാനും കൂടി 10-11 പേര് ആ ഗോകുലവാസികളുടെ ഇന്ദ്രിയങ്ങളാകുന്ന പാനപാത്രങ്ങളെ കൊണ്ട് നിന്തിരുവടിയുടെ ആ പാദകമലത്തിലെ ആ നറുതേനാകുന്ന എന്താണ് മാദകരസം നുകരുമ്പോൾ ആ രസം
ഞങ്ങൾക്കും അനുഭവവേദ്യമാകുന്നത് എന്നത് ഞങ്ങളുടെ ഒരു ഭാഗ്യമല്ലേ ഗുരുവായൂരപ്പ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകപാലന്മാരായിട്ടുള്ള ദേവന്മാരൊക്കെ എന്താണ്, എല്ലാവരുടെയും ഉള്ളില് ഇന്ദ്രിയ ദേവതകളായിട്ട് കുടികൊള്ളുന്നു. അങ്ങനെയാണെങ്കിൽ ഹേ ഗുരുവായൂരപ്പ, അവിടുത്തെ സേവിക്കുന്ന ആ ഭക്തന്മാരുടെ ആ 11 ഇന്ദ്രിയങ്ങൾ അല്ലെ, 11 പേരാണ്. 10 ജ്ഞാനേന്ദ്രിയങ്ങളും പിന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും കൂടി 10 ഇന്ദ്രിയങ്ങളും പിന്നീട് മനസ്സുമാകുന്ന ഈ 11 പേർക്കും ദേവന്മാരായിക്കൊണ്ട് ഞങ്ങൾക്കും അത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം, എത്ര കണ്ട് ഭാഗ്യമാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഗോകുലവാസികളുടെ ആ ഒരു ഭാഗ്യാതിരേകത്താൽ ബ്രഹ്മാദി ദേവന്മാരും പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടതാ ബ്രഹ്മാവ് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അഹങ്കാരം, ബുദ്ധി, മനസ്സ്, അല്ലെ, ശ്രോത്രം, ത്വക്ക്, നേത്രം, രസനം, നാസിക, വാക്ക്, കയ്യ്, പായു, പാദം, പായു, പാണി, ഉപസ്ഥം തുടങ്ങിയതായിട്ടുള്ള ആ ദിഗ്ദേവതകള്, അവിടെ അങ്ങനെയുള്ള ദിഗ്ദേവതകൾക്ക് ആ ദേവതകളായിട്ടുള്ള വായു, സൂര്യൻ, വരുണൻ, അതുപോലെ അശ്വിനി ദേവതകള്, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, ഇവരൊക്കെ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ ഇവർക്കൊക്കെ ആ ഗോകുലവാസികളുടെ ഇന്ദ്രിയങ്ങള് എങ്ങനെയാണോ ആ ഭഗവത് പാദപത്മത്തിൽ നിന്നും ആ അമൃതരസത്തെ അവിടുന്ന് പാനം ചെയ്യുന്നതായിട്ടുള്ള മാതക ലഹരിയിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ അതിന് കാരണക്കാരാണ് ആരാണ്? ഹേ ഗുരുവായൂരപ്പ, ഞങ്ങളെ പോലെയുള്ള ആ അധിഷ്ഠാന ദേവതകളെ നിശ്ചയിച്ചുകൊണ്ട് അല്ലേ അവിടുത്തെ ഞങ്ങൾക്ക് സേവിക്കാൻ സാധിച്ചത്. ഞങ്ങൾക്ക് കൂടെ സേവിക്കാൻ സാധിക്കുന്നത് ഗോകുലവാസികൾക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഗോപികൾക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ, പശുക്കുട്ടികൾക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇതിനും പുറകിലായിക്കൊണ്ട് ഇവർക്ക് ഈ ഭാഗ്യം കിട്ടുവാനായിട്ട് കാരണമായിട്ടുള്ള ദേവന്മാരായിട്ടുള്ള ഞങ്ങള് ഇത് അനുഭവിക്കാൻ ഞങ്ങൾക്ക് കൂടെ സാധിക്കുന്നല്ലോ ഗുരുവായൂരപ്പ. അതുകൊണ്ട് ഈ ദേവതകൾക്കും അതില് പങ്കുണ്ടെന്നുള്ളതെന്ന് അവിടുന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതില് ഞങ്ങളിതാ ആനന്ദിക്കുന്നു, ഞങ്ങളും ഭാഗ്യശാലികളാണ്. അപ്പൊ ഈ ദേവന്മാർക്ക് അതാത് ഇന്ദ്രിയങ്ങളുടെ ആ രസങ്ങളെ ആസ്വദിച്ച് പങ്കുവെക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തില് അത് ലഭിക്കുന്നുള്ളൂ. അപ്പം ഇവർക്കും തീർച്ചയായിട്ടും ഭഗവാനെ സേവ ചെയ്യുവാൻ വേണ്ടിയിട്ടൊരു കാരണമായി അത്, അല്ലെ? ഗോകുലവാസികൾക്കും ഗോപികമാരും പശുക്കുട്ടികൾക്കും ഒക്കെ ഭഗവാനെ സേവിക്കാൻ കാരണമായപ്പോൾ ആ രസം നമ്മുടെ ഉള്ളിലേക്കും എത്തിച്ചേർന്നു ഗുരുവായൂരപ്പ. തൽഭൂരി ഭാഗ്യമിഹ ജന്മകിമപ്യടവ്യാം യൽഗോകുലേപി കഥമംഘ്രിരജോഭിഷേകം യജ്ജീവിതം തു നിഖിലം ഭഗവാൻ മുകുന്ദസ്തുദ്യാപി യത്പദരജ ശ്രുതി മൃഗ്യമേവ. ഈ ഭൂമിയില് പ്രത്യേകിച്ച് ഗോകുലത്തിൽ, പ്രത്യേകിച്ച് വൃന്ദാവനത്തിൽ അല്ലേ വസിക്കുന്നതായിട്ടുള്ള ആരുടെയെങ്കിലും പാദപത്മങ്ങളെ, പാദരേണുക്കളെ ലഭ്യമാകാൻ ഉതകുന്നതായിട്ടുള്ള ഒരു ജന്മം തൽഭൂര്യ ഭാഗ്യമഹിമാ ഭൂരിഭാഗ്യമിഹ ജന്മ കിമപ്യടവ്യാം യൽ ഗോകുലേപി കഥമാഘ്രിരജോഭിഷേകം. അവരുടെ ആ പാദരേണുക്കള്, ആ രജസ്സുകള് ഒന്ന് തന്റെ ശിരസിലേക്ക് ഇടാൻ സാധിക്കുകയാണെങ്കിൽ, കാരണം ഇവരുടെയൊക്കെ ജീവിതം ആ മുക്തിപ്രദനം ഐശ്വര്യാദി എല്ലാ ഭാവങ്ങളും അല്ലെ, ഭഗവാൻ എന്നുള്ളത് 6 ഭഗങ്ങള്, ഷഡ്ഭാവ ഗുണസമ്പൂർണനുമായിട്ടുള്ള അവിടുത്തെ സേവിക്കലാണല്ലോ യഥാർത്ഥത്തില് ഇവരുടെയൊക്കെ സേവ എങ്കിൽ അവരുടെ പാദത്തിൽ നിന്നുണ്ടാകുന്ന ആ പാദരേണുക്കളെ ശിരസിലേക്ക് വീണു കഴിഞ്ഞാൽ തന്നെ ത്വദ്യാപിയൽ പദരജ ശ്രുതിമൃഗ്യമേവ, വേദങ്ങൾക്ക് പോലും ഇതേവരെ ഗോചരമായിട്ടില്ലാത്തതാണ് യഥാർത്ഥത്തില് അങ്ങയുടെ ഈ അല്ലെ പാദരേണുക്കളുടെ മഹാത്മ്യം. ഇപ്പൊ ബ്രഹ്മാവിന് ആ വൃന്ദാവനത്തില് ഇനി പറയുന്നു അവിടെ ഒരു പുൽക്കൊടിയായിട്ട് എങ്കിലും ഒരു കല്ലായിട്ടെങ്കിലും ജനിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഹേ ഗുരുവായൂരപ്പ, സൃഷ്ടികർത്താവായിട്ടുള്ള അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയാസവും ഇല്ല. പക്ഷെ ഇപ്പൊ എന്താണ് പ്രയാസം വരാൻ കാരണം?
താൻ സൃഷ്ടിച്ചതായിട്ടുള്ള സൃഷ്ടികളെ പോലെ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ താനാണോ സൃഷ്ടിച്ചത്? ചിന്തിച്ചാൽ മതി. ഈ ഒരു സത്യം മനസ്സിലാക്കിയ ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഭഗവാനോട് ആവശ്യപ്പെടണം, അല്ലെ? തനിക്ക് വൃന്ദാവനത്തിൽ ജനിക്കണം, തനിക്ക് ഗോകുലത്തിൽ ജനിക്കണം. എങ്ങനെ ജനിക്കണമെങ്കിൽ ഭഗവാൻ വിചാരിക്കാതെ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായി ഭഗവാനെ. അതുകൊണ്ട് ആ ഭാഗ്യം തനിക്ക് പൂർണ്ണമാകുമ്പോൾ അതാ ഒരു ആഗ്രഹം മാത്രമേ തനിക്കുള്ളൂ. എന്ത്? അവിടെ വൃന്ദാവനത്തില് ആ ഗോപന്മാരുടെ കൂടെ ഓടി നടക്കാനോ, അല്ലെങ്കിൽ വേണ്ട അവിടുത്തെ പാദങ്ങള് എപ്പോഴും ചുംബിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള പുൽക്കുടികളായിട്ട് നടക്കുവാനോ, വേണ്ട ആ പശുക്കുട്ടികളുടെ കൂടെ ഒരു വത്സ കുട്ടിയായിക്കൊണ്ട്, പശുക്കുട്ടിയായിക്കൊണ്ട് അമ്മയുടെ കൂടെ നടക്കുവാൻ വേണ്ടോ ഏതെങ്കിലും രീതിയില് വൃന്ദാവനത്തില് എനിക്ക് ജനിക്കാൻ സാധിക്കണേ ഗുരുവായൂരപ്പ. ഈ ഒരു നിർഗുണ ബ്രഹ്മത്തെ വർണ്ണിക്കുവാൻ വേദങ്ങൾക്ക് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വേദങ്ങളിൽ പോലും സാധിക്കാത്തതായിട്ടുള്ള ആ ഒരു സത്യത്തെയാണ് യഥാർത്ഥത്തില് ഇവിടെ ഗോപന്മാരും ഗോപികമാരും ഇനി ഗോപികമാര് ഇത് കഴിഞ്ഞിട്ട് പറയും, വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണുമഭീഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവനത്രയം. അല്ലെ, ഇവിടെ ബ്രഹ്മാവാണ് ഇവിടെ ഗോപന്മാരെയും ഗോപികമാരെയും അവരുടെ ഭക്തിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ ഇനിതാ ഉദ്ധവരിതാ ഇനി ഗോപികമാരുടെ ഭക്തി കാണാൻ ചെല്ലുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. അതേ രീതി തന്നെയാണ് ഇവിടെ ഗോപന്മാരെയാണ് ബ്രഹ്മാവ് കണ്ടതെങ്കിൽ നീ ഉദ്ധവരിതാ ഗോപികമാരെ കാണുമ്പോഴാണ് പറയുന്നത് അവിടെ എന്താണ്, ഇവരുടെ ഈ ഒരു ഹരികീർത്തനങ്ങളെ കൊണ്ട് ലോകം മുഴുവൻ അവിടെ നിന്ന് ശുദ്ധമാകുന്നു, അല്ലെ? ഈ മനുഷ്യലോകം രൂപം കൊണ്ടതിന് ശേഷം ഏറ്റവും ഭാഗ്യശാലികൾ ആരാണ് യഥാർത്ഥത്തില്? നിസ്സംശയം പറയാം, വൃന്ദാവനത്തില് ജനിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ എത്തപ്പെട്ടവരാണെന്നുള്ളത് നിസ്സംശയം നമുക്ക് അത് സമർത്ഥിക്കാം. പക്ഷെ എന്താണ്, കുറച്ചു കാലത്തേക്ക് മാത്രം ആയിരുന്നു യഥാർത്ഥത്തില് അവിടെ വസിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുക എന്നും, അങ്ങനെയുള്ള ആ വൃന്ദാവനത്തിൽ ഇനിയൊരു ജനനമുണ്ടെങ്കിൽ, ഇനിയൊരു സൃഷ്ടിക്ക് കാരണമായിട്ട് വരുന്നുണ്ട് എങ്കിൽ അത് അവിടുന്ന് നടത്തി തരണേന്ന് അവിടുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നീടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഇന്ന് നമുക്ക് ആ പാരായണത്തിലേക്ക് കിടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ